കഴിഞ്ഞ മാസമാണ് അങ്കമാലിയിൽ 4 അംഗ കുടുംബത്തെ വീടിനുള്ളിൽ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിദാരുണമായ സംഭവത്തിൽ എരിഞ്ഞു തീർന്നത് ദമ്പതികളും അവരുടെ 2 മക്കളുമായിരുന്നു. കഴിഞ്ഞ ജൂൺ 8 പുലർച്ചെയാണ് വീടിന്റെ മുകളിലത്തെ നിലയിലെ മുറിയിൽ മലഞ്ചരക്ക് വ്യാപാരിയായ ബിനീഷ് കുര്യൻ, ഭാര്യ അനുമോൾ മാത്യു, മക്കളായ ജൊവാന, ജെസ്സിൻ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തീപിടുത്തത്തിന് കാരണമായത് ഷോർട്ട് സർക്യൂട്ടാണെന്നായിരുന്നു പ്രാഥമികമായ നിഗമനം. എന്നാൽ പിന്നീട് അതിന് സാധ്യതയില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ബിനീഷിന് സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും അവർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന തരത്തിലാണ് ബന്ധുക്കളും മൊഴി നൽകിയിരുന്നത്. അതിനാൽ തന്നെ 1 മാസത്തിനിപ്പുറവും അതിന്റെ കാരണം ദുരൂഹമായി തന്നെ തുടരുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ സംഭവത്തിൽ പോലീസ് നിർണായകമായ വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. സംഭവ സമയം താഴത്തെ നിലയിൽ കിടന്നുറങ്ങിയായിരുന്ന ബിനീഷിന്റെ അമ്മ ചിന്നമ്മയാണ് മുകളിലത്തെ മുറിയിൽ തീയാളുന്നത് ആദ്യമായി കാണുന്നത്. ഇവർ ബഹളം വെച്ചതിന് പിന്നാലെ നാട്ടുകാരെത്തുകയും തീ അണയ്ക്കുകയുമായിരുന്നു. എന്നാൽ അപ്പോഴേക്കും 4 പേരും വെന്ത് മരിച്ചിരുന്നു. മുകളിലത്തെ മുറിയിൽ മാത്രം തീ പിടിച്ചത് എങ്ങനെയാണെന്ന് പോലീസിന് അന്നേ സംശയമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ആ നിർണായകമായ തെളിവുകൾ ലഭിക്കുന്നത്. തീപിടുത്തത്തിന് ശേഷം മുറിയിൽ നടത്തിയ വിശദമായ അന്വേഷണത്തിനിടയിലാണ് മുറിയിൽ നിന്നും പെട്രോൾ നിറച്ച ക്യാനിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത്. ഇതിന് പിന്നാലെ പരിസരത്തുള്ള പെട്രോൾ പമ്പിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ബിനീഷ് പെട്രോൾ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചു. തുടർന്നാണ് കുടുംബം ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. തീപിടുത്തത്തിന് പിന്നാലെ സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തിയിരുന്നു. അങ്കമാലിയിൽ വ്യാപാരിയായിരുന്ന ബിനീഷിന് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായും പോലീസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു. പോലീസിന്റെ ഈ കണ്ടെത്തലോടുകൂടി ദുരൂഹമായി തുടർന്നിരുന്ന ഈ സംഭവത്തിന് കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ്.